മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി അറിയാനുണ്ട്. സൗദിക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം, കിഴക്കൻ മേഖലയ്ക്ക് നേരെ വന്ന 11 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതായി പ്രതിരോധ സേന അറിയിച്ചു. ഊർജ്ജ നിലയങ്ങൾക്ക് സമീപമാണ് മിസൈൽ അവശിഷ്ടങ്ങൾ വീണത്. ജലീൽ കണ്ണമംഗലം ചേരുന്ന വിവരങ്ങളുമായി. ജലീൽ, ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസത്തെയും പോലെ ആക്രമണം അങ്ങനെ തുടരുന്നു. ഈ ഊർജ്ജ നിലയങ്ങൾക്ക് സമീപം അവശിഷ്ടങ്ങൾ വീണു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കൃഷ്ണ, ഗോകുൽ, ഗുഡ് മോർണിംഗ്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം സൗദിക്ക് നേരെ വീണ്ടും ശക്തമായ രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. സൗദി പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ മണിക്കൂറുകളിൽ സൗദിയിലെ കിഴക്കൻ മേഖലയ്ക്ക് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആകെ 11 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതായി മന്ത്രാലയം അറിയിച്ചു. എന്നാൽ തകർക്കപ്പെട്ട മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണ് മേഖലയിലെ പ്രധാന ഊർജ്ജ നിലയങ്ങളുടെയും വ്യവസായ കേന്ദ്രങ്ങളുടെയും തൊട്ടടുത്താണ് എന്നാണ് ഗൗരവമായ കാര്യം. നാശനഷ്ടങ്ങൾ ഉണ്ടെന്നാണ് സൂചന. സംഭവ സ്ഥലത്ത് നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണ് അധികൃതർ. മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർത്തതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് പറയുന്നതനുസരിച്ച് സുരക്ഷാ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക വേണ്ടെങ്കിലും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വരും മണിക്കൂറുകളിൽ നാശനഷ്ടങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നാണ് കരുതുന്നത്. കിഴക്കൻ മേഖലയ്ക്ക് നേരെയാണ് പുതുതായി ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ സൗദിയുടെ പ്രധാന എണ്ണ പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. സൗദി അരാംകോയുടെ ആസ്ഥാനമായ ജുബൈലും റാസ്തനൂറ എണ്ണ ശുദ്ധീകരണശാലയും ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങൾ പലതും കിഴക്കൻ പ്രവിശ്യയിലുണ്ട്. അതാണ് ഈ മേഖല കൂടുതൽ ലക്ഷ്യം വെക്കാനുള്ള കാരണം. കിഴക്കൻ മേഖലയിൽ ആക്രമണങ്ങൾക്ക് മുമ്പായി കഴിഞ്ഞ രാത്രി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചിരുന്നു. സുരക്ഷിതമായ സ്ഥലത്ത് കഴിയണമെന്നും പുറത്തിറങ്ങരുത് എന്നും പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. ആക്രമണങ്ങളുടെയോ പ്രതിരോധ സംവിധാനങ്ങളുടെയോ ചിത്രങ്ങൾ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ് എന്ന സന്ദേശവും മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ സൗദിക്ക് നേരെ വന്ന 885 ഡ്രോണുകളും 83 ബാലിസ്റ്റിക് മിസൈലുകളും 9 ക്രൂയിസ് മിസൈലുകളും സൗദി പ്രതിരോധ സേന തകർത്തു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സൗദിക്ക് നേരെ കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടാകാറില്ലായിരുന്നു. ശനിയാഴ്ച ഒരു ആക്രമണവും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച ഒരു മിസൈൽ ആക്രമണ ശ്രമം. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സൗദിക്ക് നേരെയുള്ള ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇറാൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു ജലീൽ കണ്ണമംഗലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.